ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു ക്രിക് ടോക്സ് വിത്ത് കിരൺ. RCBയുടെ വിജയക്കുതിപ്പിന് ചിന്നസ്വാമിയിൽ തടയിട്ട് ഗുജറാത്ത് ടൈറ്റൻസ്. RCBയുടെ ഈ സീസണിലെ ആദ്യ ഹോം മത്സരത്തിൽ 13 പന്തുകൾ ബാക്കി നിൽക്കെ 8 വിക്കറ്റിനാണ് ഗുജറാത്ത് ടൈറ്റൻസ് വിജയിച്ചത്. ഫീൽഡിംഗിലെ പാളിച്ചകൾ ഒഴിച്ചു നിർത്തിയാൽ തികച്ചും ഡോമിനേറ്റിംഗ് ആയിട്ടുള്ള ഒരു വിജയമായിരുന്നു ഗുജറാത്ത് ടൈറ്റൻസിന്റേത്. ടോസ് നേടിയ ശുഭ്മാൻ ഗിൽ ചിന്നസ്വാമിയിൽ എല്ലാ ക്യാപ്റ്റന്മാരും ചെയ്യുന്നത് പോലെ തന്നെ ബൗളിംഗ് തിരഞ്ഞെടുത്തു. ആ തീരുമാനം ശരിയായിരുന്നുവെന്ന് ഗുജറാത്ത് ടൈറ്റൻസ് ബോളർമാർ തെളിയിച്ചു. നീണ്ട 7 വർഷങ്ങൾ RCBക്ക് വേണ്ടി കളിച്ച ശേഷം ഗുജറാത്ത് ടൈറ്റൻസിലെത്തിയ മുഹമ്മദ് സിറാജ് തന്നെയായിരുന്നു അവരുടെ ബോളിംഗിന്റെ കുന്തമുന. നമുക്ക് ആദ്യ ഇന്നിംഗ്സിലേക്ക് കടക്കാം. നമ്മൾ ഈ മത്സരത്തിന്റെ പ്രിവ്യൂ വീഡിയോയിൽ പിച്ച് തുടക്കത്തിൽ പേസ് ബൗളർമാരെ അനുകൂലിക്കാൻ സാധ്യതയുണ്ടെന്ന കാര്യം സൂചിപ്പിച്ചിരുന്നു. അത് തന്നെയാണ് ഇന്നലെ സംഭവിച്ചത്. മത്സരത്തിന്റെ തുടക്കത്തിൽ നല്ല പേസ് ആൻഡ് ക്യാരിയുള്ള നല്ല ബൗൺസ് ഉള്ള കണ്ടീഷനായിരുന്നു ചിന്നസ്വാമിയിലേത്. ഗുജറാത്തിന്റെ ബോളർമാർ ആ പേസും ബൗൺസും മികച്ച രീതിയിൽ ഉപയോഗിച്ചപ്പോൾ RCB ബാറ്റർമാർക്ക് ആ ഒരു പിച്ചിന്റെ പേസുമായിട്ട് ആ ഒരു ബൗൺസുമായിട്ടൊന്നും പ്രോപ്പറായിട്ട് സിങ്ക് ആവാൻ കഴിഞ്ഞില്ല. RCBയുടെ പവർ പ്ലേ കണ്ടപ്പോൾ ആ പിച്ചിന്റെ പേസുമായിട്ട് സിങ്ക് ആയത് വിരാട് കോഹ്ലി മാത്രമാണെന്ന് എനിക്ക് തോന്നി. പക്ഷേ അർഷദ് ഖാന്റെ പന്തിൽ വൈകാതെ വിരാട് കോഹ്ലി പുറത്തായി. വളരെ മികച്ച രീതിയിൽ ടൈം ചെയ്ത ഒരു ഷോട്ട് തന്നെയായിരുന്നു അത്. പക്ഷേ പ്ലേസ്മെന്റ് പാളിപ്പോയി. കൃത്യമായി പ്രസിദ്ധ് കൃഷ്ണയുടെ കൈകളിൽ വിരാട് കോഹ്ലി എത്തിക്കാൻ അർഷദ് ഖാനായി. പിന്നീട് ഇങ്ങോട്ട് RCBയുടെ തകർച്ചയാണ് നാം കണ്ടത്. ആദ്യ മത്സരത്തിൽ KKRനെതിരെ ഈഡൻ ഗാർഡൻസിലായാലും രണ്ടാമത്തെ മത്സരത്തിൽ CSKക്കെതിരെ ചെപ്പോക്കിലായാലും ഫിൽ സാൾട്ട് മികച്ച തുടക്കമാണ് നൽകിയത്. എന്നാൽ ഇത്തവണ ഫിൽ സാൾട്ട് ബോൾ ടൈം ചെയ്യാൻ നന്നായി സ്ട്രഗിൾ ചെയ്തു. അത് തുടക്കം മുതൽ തന്നെ നമുക്ക് കാണാമായിരുന്നു. ആദ്യ ഓവറിൽ തന്നെ സിറാജിനെ പുള്ളി ചെയ്യാൻ ശ്രമിച്ചിട്ട് അത് പ്രോപ്പറായിട്ട് ടൈം ചെയ്യാൻ ഫിൽ സാൾട്ടിന് കഴിഞ്ഞില്ല. അവിടെ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത്. പിന്നീട് പലതവണ പന്ത് എഡ്ജെടുത്തു. അതുപോലെ സിറാജിന്റെ പന്തിൽ തന്നെ ഫിൽ സാൾട്ട് ഒരു അവസരം നൽകിയെങ്കിലും ബട്ട്ലർ ആ സിമ്പിൾ ക്യാച്ച് വിട്ടുകളഞ്ഞു. ഈഡൻ ഗാർഡൻസിലെയും ചെപ്പോക്കിലെയും പിച്ചിന്റെ ആ ഒരു സ്പീഡ് ആയിരുന്നില്ല ചിന്നസ്വാമിയിലേത്. അതുമായി പൊരുത്തപ്പെടുന്നതിൽ RCB ബാറ്റർമാർ പരാജയപ്പെടുകയാണ് ഉണ്ടായത്. ഈ ഇന്നിംഗ്സിൽ ഫിൽ സാൾട്ട് പ്രോപ്പറായിട്ട് ടൈം ചെയ്ത പന്ത് സിറാജിനെതിരെ അടിച്ച സിക്സറാണ്. സ്റ്റേഡിയത്തിന് പുറത്തടിച്ച് കളഞ്ഞ 105 മീറ്റർ സിക്സ്. അതിൽ തൊട്ടടുത്ത പന്തിൽ സാൾട്ടിനെ ബൗൾഡ് ആക്കി മുഹമ്മദ് സിറാജ് തന്റെ പ്രതികാരം പൂർത്തിയാക്കി. 1 ഡൗൺ ആയി വന്ന ദേവ്ദത്ത് പടിക്കലിനും കാര്യമൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. സിറാജ് തന്നെയാണ് പടിക്കലിനെയും പുറത്താക്കിയത്. ഇതോടെ പവർ പ്ലേയിൽ RCB 38-3 എന്ന നിലയിലേക്ക് ചുരുങ്ങി. ചിന്നസ്വാമി നമുക്കറിയാം ഹൈ സ്കോറിംഗ് വെന്യൂ ആണ്. പക്ഷേ ഇപ്പോൾ അവര് കളിച്ചു വന്ന 2 പിച്ചിനേക്കാൾ വേഗത കൂടിയ പിച്ചായിട്ടും ഒന്ന് സമയം കൊടുത്തു, അതായത് ഒരു 3, 4, 5 ബോൾ ഒന്ന് ഫേസ് ചെയ്തിട്ട് പിന്നെ എക്സ്പ്ലോർ ചെയ്യുന്നതിന് പകരം തുടക്കം തന്നെ അറ്റാക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. അത് ചിന്നസ്വാമിയുടെ ഒരു ശാപമാണെന്ന് പറയേണ്ടി വരും. അതായത് ഇപ്പോൾ ഫസ്റ്റ് ബാറ്റ് ചെയ്യുമ്പോൾ ഏത് സ്കോറാണ് ഇവിടെ സേഫ് എന്ന് നമുക്ക് ഒരിക്കലും പ്രവചിക്കാൻ കഴിയില്ല. അതായത് ഇനി 200, 210, 220 അടിച്ചാൽ തന്നെ ആ ഒരു സ്കോർ ഒട്ടും അവസാന പന്ത് എറിയുന്നത് വരെ സേഫ് അല്ലാത്ത അവസ്ഥയാണ് നമ്മുടെ ചിന്നസ്വാമിയിലേത്. അതുകൊണ്ട് തന്നെ ബാറ്റർമാർക്ക്, പ്രത്യേകിച്ചും ഫസ്റ്റ് ബാറ്റ് ചെയ്യുന്ന ബാറ്റർമാർക്ക് നല്ല കൺഫ്യൂഷൻ ആണുള്ളത്. ഇനിയിപ്പോൾ ഞാൻ പന്ത് വേസ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ അതൊരു ഫൈനൽ സ്കോറിൽ അഫക്റ്റ് ചെയ്യുമോ എന്ന ഒരു ചിന്ത എല്ലാ ബാറ്റർമാരുടെ ഉള്ളിലും ഉണ്ടാവും. അത് തന്നെയാണ് അവർ ആദ്യ പന്ത് തൊട്ട് തന്നെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുന്നത്. ഇവിടെ ആ ഒരു തന്ത്രം പാളിപ്പോയി. കാരണം ഇവരുടെ പേസ് ബൗളർമാരെല്ലാം ഇപ്പോൾ സിറാജ് ആയാലും അർഷദ് ആയാലും അത് കഴിഞ്ഞ് വന്ന പ്രസിദ്ധ് കൃഷ്ണ ആയാലും മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത്. അപ്പോൾ അങ്ങനെ എറിയുമ്പോൾ ഫസ്റ്റ് ബോൾ തന്നെ ആ ഒരു പിച്ചിന്റെ ആ വേഗതയായിട്ട്, പിച്ചിന്റെ ആ ഒരു പേസുമായിട്ട് ക്യാരി ആയിട്ടൊക്കെ ഒന്ന് സിങ്ക് ആവുന്നതിന് മുമ്പ് ഈ ഷോട്ടിന് ശ്രമിക്കുന്നത് സത്യം പറഞ്ഞാൽ ഒരു ആത്മഹത്യ ചെയ്യുന്നതിന് തുല്യമാണ്. കാരണം ആ ഒരു ടൈമിങ്, അതായത് ബാക്കിയുള്ള പിച്ചുകളിൽ കിട്ടിയ ഒരു ടൈമിങ് പ്രോപ്പറായിട്ട് കിട്ടില്ല. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്, ആ പിച്ചുമായിട്ട് പെട്ടെന്ന് തന്നെ സിങ്ക് ആയത് വിരാട് കോഹ്ലിയാണ്. കാരണം ആ രണ്ടാമത്തെ പന്ത് വളരെ മികച്ച രീതിയിലാണ്. ആദ്യം ഒരു ഗ്ലോറിയസ് കവർ ഡ്രൈവ് ഉണ്ടായിരുന്നു. അത് കഴിഞ്ഞാൽ ആ ഔട്ടായ ഷോട്ട് തന്നെ മികച്ച ടൈമിംഗ് ആയിരുന്നു. അവിടെ പ്ലേസ്മെന്റ് ആണ് വിരാട് കോഹ്ലിയുടെ പാളിപ്പോയത്. പക്ഷേ ബാക്കിയുള്ള ബാറ്റ്സ്മാൻമാരെല്ലാം തുടക്കത്തിൽ ടൈം ചെയ്യാൻ പാടുപെടുന്നതാണ് നമ്മൾ കണ്ടത്. അപ്പോൾ പിന്നീട് രജത് പട്ടിദാർ വന്നു. ഇപ്പോൾ പട്ടിദാറിനും ഇപ്പോൾ കഴിഞ്ഞ മത്സരങ്ങളിൽ കളിച്ച പോലെ ഫുൾ ഫ്ലോയിൽ കളിക്കാൻ കഴിഞ്ഞില്ല. ബോൾ ചെയ്യാനായിട്ട് ഇഷാന്ത് ശർമ്മ വന്നപ്പോൾ ഒരു മികച്ച ഷോട്ട് കളിച്ചു. തൊട്ടടുത്ത പന്തിൽ LBW ആയി. അപ്പോൾ പട്ടിദാർ കൂടി പോയതോടെ മിഡിൽ ഓവേഴ്സിൽ RCB വലിയൊരു പ്രശ്നത്തിനാണ് അകപ്പെട്ടത്. കാരണം അവരുടെ നിരയിൽ റഷീദ് ഖാനും സായി കിഷോറും ഉണ്ട്. ഇപ്പോൾ സ്പിന്നേഴ്സിനെ അറ്റാക്ക് ചെയ്യുന്നതിൽ മെയിനായിട്ട് തിളങ്ങി നിൽക്കുന്നത് പട്ടിദാറാണ്. പിന്നെ ഒരു പരിധിവരെ ജിതേഷ് ശർമ്മയും സ്പിന്നെ നന്നായിട്ട് കളിക്കും. അപ്പോൾ പട്ടിദാറിന്റെ വിക്കറ്റോടെ ഒരു മിഡിൽ ഓവേഴ്സിൽ കാര്യങ്ങൾ പരിങ്ങലിലായി. പിന്നെ നിന്നത് ലിവിങ്സ്റ്റോൺ ആണ്. സത്യം പറഞ്ഞ ലിവിങ്സ്റ്റോൺ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്തു. ഇപ്പോൾ തുടക്കം മുതൽ തന്നെ ഒരു റണ്ണേ ബോൾ പോലും ഇല്ലാതെയാണ് ലിവിങ്സ്റ്റൺ കളിച്ചു വന്നത്. നമുക്കറിയാം 30 ബോൾ 30, 31 ബോൾ 31, അങ്ങനെ ആ ഒരു ലെവലിലാണ് ലിവിങ്സ്റ്റൺ. നമ്മൾ ഒരു ഡിസ്ട്രക്റ്റീവ് ബാറ്ററാണ്, നമ്മൾ സ്ഥിരം കാണുന്ന ലിവിങ്സ്റ്റൺ ആയിരുന്നില്ല ഇന്നലെ. നന്നായിട്ട് പന്ത് ടൈം ചെയ്യാൻ സ്ട്രഗിൾ ചെയ്തു. പക്ഷെ പുള്ളി വിക്കറ്റ് കൊടുക്കാതെ ഇരുന്നു. ഇപ്പോൾ നമുക്ക് മാച്ചിന്റെ ഒരു ഓവറോൾ വ്യൂവിൽ പെട്ടെന്ന് നോക്കിക്കഴിഞ്ഞാൽ ലിവിങ്സ്റ്റന്റെ ഇന്നിങ്സ് സത്യം പറഞ്ഞ ഒരു ഇമ്പാക്ട്ഫുൾ ഇന്നിങ്സ് അല്ല എന്ന് തോന്നാം. അതായത് ചിന്നസ്വാമി പോലെ ബാറ്റിംഗ് ഫ്രണ്ട്ലി ആയിട്ടുള്ള പിച്ചിൽ നന്നായിട്ട് സ്ട്രഗിൾ ചെയ്ത് തന്നെയാണ് ലിവിങ്സ്റ്റൺ കളിച്ചത്. അപ്പോൾ അവസാനം ഇന്നിങ്സ് അവസാനിക്കുമ്പോഴേക്കും നമ്മുടെ ലിവിങ്സ്റ്റൺ 50 അടിച്ചു. 40 പന്തിൽ നിന്ന് 54 റൺസാണ് ലിവിങ്സ്റ്റൺ നേടിയത്. അതായത് സ്ട്രൈക്ക് റേറ്റ് അറൗണ്ട് ഒരു 135 മാത്രമേ ഉള്ളൂ. പക്ഷേ ഞാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ലിവിങ്സ്റ്റന്റെ ഇന്നിങ്സിനെ നമുക്ക് കുറ്റപ്പെടുത്താൻ ഒരിക്കലും കഴിയില്ല. ഓഫ് കോഴ്സ് ചിന്നസ്വാമിയിൽ ഒരു 30 പന്തിൽ 30 എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ക്രിമിനൽ എന്ന് വിളിക്കാൻ പറ്റുന്നതാണെങ്കിലും ഇന്നലത്തെ സാഹചര്യത്തിൽ തുടരെ വിക്കറ്റ് പോയ സിറ്റുവേഷൻ ആണ്. അതായത്
അതായത് 42-ന് 4 വിക്കറ്റ് പോയി. ഇപ്പോൾ പവർ പ്ലേയിൽ 3 വിക്കറ്റ് പോയാൽ തന്നെ അങ്ങനെയുള്ള സിറ്റുവേഷനിൽ 70% ടീമുകളും തോൽക്കുന്നതാണ് പതിവ്. പുള്ളി നന്നായിട്ട് സ്ട്രഗിൾ ചെയ്യുകയും ചെയ്തു, അത് എവിഡൻ്റ് ആയിരുന്നു. പക്ഷേ എന്നാൽ ആ ഒരു ഇന്നിങ്സ് കൊണ്ടാണ് സ്കോർ 169-ലെങ്കിലും എത്തിയത്. അതിന് വളരെ പ്രാധാന്യമുണ്ട്. ഇപ്പം 169 എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു 130-ന് ഔട്ട് ആവുന്നതും ഓൾ ഔട്ട് ആവുന്നതും 169-ന് ഔട്ട് ആവുന്നതും തമ്മിൽ വലിയ വ്യത്യാസമുണ്ട്. അവിടെയാണ് നെറ്റ് റൺ റേറ്റിൻ്റെ കാര്യം ഇരിക്കുന്നത്. അപ്പോൾ അത്യാവശ്യം മികച്ച രീതിയിൽ തന്നെ ലിവിങ്സ്റ്റൺ റിക്കവർ ചെയ്തു. റഷീദ് ഖാനെയാണ് മെയിനായിട്ട് ടാർഗറ്റ് ചെയ്തത്. ഈ ഒരു പിച്ചിൽ എല്ലാ ബോളേഴ്സും നന്നായി എറിഞ്ഞ സ്ഥാനത്ത് ഇവിടെ റഷീദ് ഖാനെ 4 ഓവറിൽ 54 റൺസാണ് അടിച്ചത്. അപ്പോൾ റഷീദ് ഖാൻ ഒട്ടും ഒരു നല്ല മത്സരം ആയിരുന്നില്ല. അവസാന ഓവറുകളിൽ ലിവിങ്സ്റ്റൺ റഷീദ് ഖാനെയാണ് ടാർഗറ്റ് ചെയ്തത്. അതുകൊണ്ട് തന്നെ നമ്മുടെ ലിവിങ്സ്റ്റന്റെ അത്യാവശ്യം ഒരു ഭേദപ്പെട്ട ഇന്നിങ്സ് ആണെന്ന് പറയേണ്ടി വരും. അതുപോലെ ജിതേഷ് ശർമ്മ മികച്ച രീതിയിലാണ് കളിച്ചത്. അപ്പോൾ ആ ഒരു നല്ല സ്ട്രൈക്ക് റേറ്റിൽ ഒരു 150+ സ്ട്രൈക്ക് റേറ്റിൽ കളിക്കാൻ കഴിഞ്ഞു. പിന്നെ കുറച്ച് ഹാർഡായിട്ടാണ്, അതായത് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടുന്നതായിട്ട്, ഷോട്ട്സ് കണക്ട് ചെയ്യാനായിട്ട് കുറച്ച് എക്സ്ട്രാ എഫേർട്ട് ഇടുന്നതായിട്ട് നമുക്ക് തോന്നിയെങ്കിലും എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഒരു പ്യുവർ ടൈമിങ്ങിനേക്കാൾ കുറച്ചുകൂടെ ഒരു ബുദ്ധിമുട്ടി കളിക്കുന്ന പോലെ ഫീൽ ചെയ്തെങ്കിലും വളരെ മികച്ച രീതിയിലാണ് കളിച്ചത്. ഗ്യാപ്സ് ഒക്കെ നൈസായിട്ട് ഫൈൻഡ് ചെയ്തു. ഇപ്പോൾ നമുക്കറിയാം, ഇപ്പോൾ ഒരു ഓവറിൽ 4 പന്ത് 5 പന്തൊക്കെ ലിവിങ്സ്റ്റൺ നിൽക്കുമ്പോൾ അവസാന പന്ത് വന്നൊരു 4 അടിച്ച് ആ ഓവർ വലിയ തട്ടുകേടില്ലാതെ കൊണ്ടുപോകാൻ നമ്മുടെ ജിതേഷ് ശർമ്മയ്ക്ക് കഴിഞ്ഞു. പിന്നീട് സായി കിഷോറിന്റെ പന്തിൽ പുറത്താകുകയാണ് ചെയ്തത്. ഇപ്പോൾ ജിതേഷ് ശർമ്മയെ കൂടെ നിന്നായിരുന്നെങ്കിൽ കുറച്ചുകൂടി ഒരു മികച്ച സ്കോർ കിട്ടിയേനെ. കൃണാൽ പാണ്ഡ്യയ്ക്ക് പിന്നെ കാര്യമായിട്ടൊന്നും ചെയ്യാൻ കഴിഞ്ഞില്ല. ഒരു മികച്ചൊരു ക്യാരം ബോളിന് ഒരു ഫ്ലിക്ക് എന്നൊക്കെ പറയാവുന്ന രീതിയിലാണ് ഒരു സ്പെഷ്യൽ ഡെലിവറിയിലാണ്, സായി കിഷോറിന്റെ ഒരു സ്പെഷ്യൽ ഡെലിവറിയിലാണ് നമ്മുടെ കൃണാൽ പാണ്ഡ്യ ഔട്ട് ആവുന്നത്. അത് കഴിഞ്ഞ് പിന്നീട് ഭുവി വന്നു. ഭുവി 2 പന്തിൽ 1 റൺ മാത്രമേ എടുത്തുള്ളൂ. പിന്നീട് ആ ഫിനിഷിംഗ് ടച്ചസ് നൽകിയത് നമുക്കറിയാവുന്ന പോലെ ടിം ഡേവിഡ് ആണ്. 18 പന്തിൽ 32 റൺസാണ് ടിം ഡേവിഡ് എടുത്തത്. അപ്പോൾ ടിം ഡേവിഡിന്റെ ഇന്നിങ്സും അത്യാവശ്യം, ഇപ്പോൾ ഓവറോൾ സ്കോർ കാർഡ് നോക്കുമ്പോൾ നല്ലൊരു ഇന്നിങ്സ് ആയിരുന്നു. 3 4 2 6 അടിച്ചു. ആ ഒരു സ്കോർ 169-ൽ എത്തിക്കുന്നതിൽ ഒരു ഇമ്പാക്റ്റ് ടിം ഡേവിഡ് നൽകി. ഇനി GTയുടെ ബോളിംഗിലേക്ക് വരുമ്പോൾ വളരെ മികച്ച രീതിയിലാണ് GT പന്തെറിഞ്ഞത്. ഞാൻ പറഞ്ഞ പോലെ റഷീദ് ഖാൻ മാത്രമാണ് അവരുടെ നിരയിൽ അങ്ങനെ എക്സ്പെൻസീവായി ഒരു വേസ്റ്റ് ഫിഗറിലോട്ട് പോയി എന്ന് നമുക്ക് പറയാവുന്നത്. 4 ഓവറിൽ 54 റൺ കൊടുത്തു. അതായത് ടോട്ടൽ ഒരു 8.5 ഇക്കോണമി റേറ്റിൽ ടീം എറിഞ്ഞപ്പോഴാണ് റഷീദ് ഖാൻ 50-ന് മേളിൽ റൺസ് കൊടുത്തത്. അപ്പോൾ ആ ഒരു ഇഞ്ചുറിക്ക് ശേഷം റഷീദ് ഖാൻ പഴയ റഷീദ് ഖാൻ അല്ല, അതായത് പഴയ ഒരു എഫക്റ്റീവ്നെസ് റഷീദ് ഖാന് കിട്ടുന്നില്ല. അപ്പോൾ അത് അവർക്കൊരു കൺസേൺ ആണെങ്കിലും ബാക്കി ബോളേഴ്സ് എല്ലാം അതിന് കൃത്യമായിട്ട് മേക്കപ്പ് ചെയ്തു, പ്രോപ്പറായിട്ട് കവറപ്പ് ചെയ്തു എന്ന് വേണം പറയാൻ. ഇപ്പോൾ തുടക്കം പറഞ്ഞ അർഷദ് ഖാൻ വിരാട് കോഹ്ലിയുടെ വിക്കറ്റ് ഇട്ടു. അതുപോലെ പ്രസിദ്ധ് കൃഷ്ണയും മുഹമ്മദ് സിറാജും വളരെ മികച്ച രീതിയിലാണ് പന്തെറിഞ്ഞത്. ഇപ്പോൾ തൻ്റെ പഴയ ടീമിനോട് കളിക്കുമ്പോൾ തനിക്ക് എന്തോ പ്രൂവ് ചെയ്യാനുള്ള പോലെയാണ് നമ്മുടെ സിറാജ് ബോൾ ചെയ്തത്. സിറാജ് ബോൾ ചെയ്തപ്പോൾ 4 ഓവറിൽ വെറും 19 റൺസ് മാത്രം വിട്ടുകൊടുത്താണ് 3 വിക്കറ്റ് എടുത്തത്. ഇതിൽ ഏറ്റവും ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള കാര്യം, സിറാജ് 7 വർഷത്തോളം RCBക്ക് വേണ്ടി കളിച്ച താരമാണ്. എന്നിട്ടും ഈ മത്സരത്തിലാണ് ചിന്നസ്വാമിയിൽ സിറാജിന്റെ ഏറ്റവും മികച്ച ഇക്കോണമിക്കൽ ഫിഗേഴ്സ് ക്ലോക്ക് ചെയ്തത്. 4 ഓവറിൽ ഞാൻ പറഞ്ഞ പോലെ 19 റൺസ് മാത്രം കൊടുത്ത് 3 വിക്കറ്റ്. ചിന്നസ്വാമിയിലെ സിറാജിന്റെ ഏറ്റവും മികച്ച പ്രകടനം കൂടിയാണിത്. അത് കഴിഞ്ഞാൽ പ്രസീദ് വരുമ്പോൾ 4 ഓവറിൽ 26 റൺസ് മാത്രം വിട്ടുകൊടുത്ത 1 വിക്കറ്റ്. അതുപോലെ അർഷദ് ഖാൻ 2 ഓവറേ എറിഞ്ഞുള്ളൂ, 17 റൺസ് വിട്ടുകൊടുത്ത 1 വിക്കറ്റ്. അതുപോലെ ഇഷാന്ത് 2 ഓവറിൽ 27 റൺസ് കൊടുത്ത 1 വിക്കറ്റ്. അല്പം എക്സ്പെൻസീവ് ആയിരുന്നെങ്കിലും രജത് പട്ടിദാറിന്റെ വിക്കറ്റ് ഇഷാന്ത് നേടി. അത് വളരെ ക്രൂഷ്യൽ ഒരു സ്ട്രൈക്ക് ആയിരുന്നു. പിന്നീട് സായി കിഷോർ ഞാൻ പറഞ്ഞു, ആദ്യത്തെ മത്സരത്തിൽ വളരെ മികച്ച രീതിയിലാണ്. അവിടെ പഞ്ചാബ് കിങ്സ് ആക്രമണം അഴിച്ചുവിടുമ്പോഴും സായി കിഷോർ വളരെ മികച്ച രീതിയിൽ ഇക്കണോമിക്കലായിട്ട് പന്തെറിഞ്ഞ് മാറിയ ആളാണ്. ഇന്നലെയും അത് തന്നെ സംഭവിച്ചു. 4 ഓവറിൽ 22 റൺസ് വഴങ്ങി 2 വിക്കറ്റ്. അതുപോലെ അത് ജിതേഷ് ശർമ്മയുടെയും കൃണാൽ പാണ്ഡ്യയുടെയും ക്രൂഷ്യൽ വിക്കറ്റ്സുമാണ് സായി കിഷോർ എടുത്തത്. അപ്പോൾ ഒരു സ്പിന്നർ അവിടെ അടിയോടടിയാണ് വാങ്ങിക്കൂട്ടുന്നത്. അപ്പോഴാണ് സായി കിഷോർ മികച്ച രീതിയിൽ എറിഞ്ഞു മാറിയത്. അപ്പോൾ ഒരു ഓൾ ഇൻ ഓൾ ടീം പെർഫോമൻസ് ആണ്. റഷീദ് ഖാനെ ഒഴിച്ചു നിർത്തിയാൽ ഒരു ഓൾ ഇൻ ഓൾ ടീം പെർഫോമൻസ് ആണ് അവരുടെ സൈഡിൽ നിന്ന് ഉണ്ടായത്. 169 പോലൊരു സ്കോറിന് RCB പോലൊരു ഹെവി ബാറ്റിംഗ് ലൈനപ്പിനെ പിടിച്ചു നിർത്തുമ്പോൾ അത് നമ്മൾ അപ്ലോഡ് ചെയ്തേ പറ്റുള്ളൂ. ആ ഒരു എഫേർട്ട്, കൃത്യമായ പ്ലാനിങ്, ആരോ പിച്ചിന്റെ പേസ് കൃത്യമായിട്ട് ഉപയോഗിച്ചു. അങ്ങനെയാണ് അവർക്ക് ഈ ഒരു ഇത് സാധ്യമായത്. ഇപ്പോൾ അവരുടെ പ്രിവ്യൂ വീഡിയോയിൽ ഞാൻ പലവട്ടം സൂചിപ്പിച്ചിട്ടുണ്ട്, അവർ നല്ലൊരു ബോളിംഗ് സൈഡാണ്. അവരുടെ ബാറ്റിങ്ങിനേക്കാൾ എനിക്ക് ഒന്നുകൂടി ഇഷ്ടം അവരുടെ ബോളിംഗ് ആണെന്ന് ഞാൻ പലതവണ പറഞ്ഞിട്ടുണ്ട്. അപ്പം ചിലർ അന്ന് ഇട്ടപ്പോൾ പറഞ്ഞു GT അങ്ങനെ വലിയ സാധ്യതയില്ല, മിഡിൽ ഓവേഴ്സ് ശോകമാണ്, അതുപോലെ ബോളിംഗ് ഇപ്പോൾ റഷീദ് ഖാൻ റബാദയൊക്കെ എക്സ്പെൻസീവ് ആവാറുണ്ടെന്നൊക്കെ ചിലർ സൂചിപ്പിച്ചതെന്നായിട്ടാണ് എൻ്റെ ഓർമ്മ. പക്ഷേ ഇവരുടെ കാര്യം വരുമ്പോൾ അവരൊരു CSK സൈഡ് ആണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതായത് ഇപ്പോൾ വലിയ താരങ്ങളൊന്നും കാണത്തില്ല, പക്ഷെ അവരിൽ നിന്ന് എങ്ങനെ ബെസ്റ്റ് ഔട്ട്പുട്ട് എടുക്കണം എന്ന് അറിയാവുന്ന ഒരു കോച്ചിങ് സെറ്റപ്പ് മാനേജ്മെന്റുമാണ് ഗുജറാത്ത് ടൈറ്റൻസിന്റെ. അതുകൊണ്ടാണ് ഞാൻ ബാക്കപ്പോ അതെല്ലാം നോക്കിയപ്പോൾ അവർക്ക് ഒരു സാധ്യത പോലും പ്രവചിച്ചിരുന്നത്. കാരണം മിഡിൽ ഓർഡർ ഒറ്റ നോട്ടത്തിൽ വീക്കാണെന്ന് നമുക്ക് തോന്നും, പക്ഷേ അവരിൽ നിന്നൊക്കെ എങ്ങനെ, അതായത് ഇപ്പം ബോളേഴ്സ് ആയാലും ഇപ്പോൾ പ്രസീദൊക്കെ ആയാലും ചില സമയം നല്ല എക്സ്പെൻസീവ് ആവാറുണ്ട്. പക്ഷേ കഴിഞ്ഞ 2 കളി വളരെ മികച്ച പെർഫോമൻസ് ആണ് പ്രസീദ് നടത്തിയത്. അപ്പോൾ ഇവരിൽ നിന്നൊക്കെ എങ്ങനെ ബെസ്റ്റ് ഔട്ട്പുട്ട് എടുക്കാമെന്ന് അറിയുന്ന ഒരു മാനേജ്മെന്റും കോച്ചിങ് സെറ്റപ്പാണ് ഇവർക്കുള്ളത്. അതുകൊണ്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഒരു സാധ്യത പ്രവചിച്ചിരുന്നത്. ഇനി ഗുജറാത്തിന്റെ ബാറ്റിംഗിലേക്ക് വരുമ്പോൾ RCB നന്നായിട്ട് തന്നെ ബോൾ ചെയ്തു. RCB വളരെ നന്നായിട്ട് തന്നെ ബോൾ ചെയ്തു എന്ന് പറയാം. പക്ഷേ
സ്കോർ ഒരിക്കലും ഇനഫ് ആയിരുന്നില്ല. ഇപ്പൊ തുടക്കത്തിൽ നമുക്ക് ശ്രദ്ധിച്ചറിയാം, വിക്കറ്റ് കിട്ടിയില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരെ മാച്ച് കൊണ്ട് പെട്ടെന്ന് ഒരു 10 ഓവർ അല്ലെങ്കിൽ 12 ഓവർ ജയിക്കാൻ RCB ഒരു ഘട്ടത്തിൽ അനുവദിച്ചില്ല. അടിയൊക്കെ വന്നത് ഇടയ്ക്ക് ചില ഓവറുകൾ മാത്രമാണ് വലിയ അറ്റാക്ക് വന്നത്. പക്ഷേ GTക്ക് അത് മതിയായിരുന്നു. ഇടയ്ക്ക് 1-2 ഓവർ, അതായത് ഇത്രയും വലിയൊരു 20 ഓവർ കിടക്കുന്നതിനിടെ ഇടയ്ക്ക് 2-3 ഓവറിൽ തന്നെ ഒരു ബിഗ് സ്കോർ വന്നു കഴിഞ്ഞാൽ ഇവർക്ക് സുഖമായിട്ട് ചേസ് ചെയ്യാൻ ടാർഗറ്റേ ഉള്ളൂ. ഒരു ചെറിയ സൈസ് ബൗണ്ടറി ആണ്, അടിച്ചു കഴിഞ്ഞാൽ വാല്യൂ ഫോർ ഷോട്ട്സ് കിട്ടുന്ന സ്റ്റേഡിയമാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവർക്ക് റിസ്ക് എടുക്കേണ്ട ഒരു കാര്യമില്ല. ശുഭ്മാൻ ഗില്ലിന്റെ വിക്കറ്റ് കിട്ടി. അതല്ലാതെ അതിനുശേഷം പിന്നീട് സായി സുദർശനും ജോസ് ബട്ട്ലറും ചേർന്നിട്ട് സുഖമായിട്ടാണ് കളിച്ചത്. ഞാൻ സായി സുദർശന്റെ കാര്യം ഞാൻ എപ്പോഴും ഒരു ഹൈ പ്രൈസിലാണ് പറയുന്നത്. ഞാൻ കഴിഞ്ഞ ദിവസം സായി സുദർശന് പരിക്ക് പറ്റിയ കാര്യം പറഞ്ഞു. സായി സുദർശന് പരിക്ക് പറ്റി പുറത്ത് പോകേണ്ടി വന്നു കഴിഞ്ഞാൽ അത് GCക്ക് 8ന്റെ പണി കിട്ടുമെന്ന് ഞാൻ സൂചിപ്പിച്ചിരുന്നു. കാരണം അത്രയും കൺസിസ്റ്റന്റ് ആണ് സായി സുദർശന്റെ. കഴിഞ്ഞ 8-9 ഇന്നിങ്സ് നോക്കി ഏകദേശം ഒരു ഇന്നിങ്സിൽ എന്തോ ഫെയിൽ ആയിട്ടുള്ളൂ. ബാക്കിയെല്ലാം എല്ലാത്തിലും ഇപ്പോൾ കഴിഞ്ഞ ഇന്നിങ്സിൽ ഇപ്പം ഈ മത്സരത്തിൽ കളിച്ച 49 ബാക്കി സ്കോർസ് നോക്കിക്കഴിഞ്ഞാൽ ലോവസ്റ്റ് സ്കോർ. ബാക്കിയെല്ലാം 50+ സ്കോർസ് ആണ് സായി സുദർശൻ അടിച്ചിരിക്കുന്നത്. അതുപോലെ നമ്മുടെ ജോസ് ബട്ട്ലറിന്റെ കാര്യം, ജോസ് ബട്ട്ലർ ഇപ്പോൾ കഴിഞ്ഞ 3 മത്സരങ്ങളിൽ ഒരു ടെല്ലിംഗ് കോൺട്രിബ്യൂഷൻ നമ്മുടെ GTക്ക് നൽകാൻ ജോസ് ബട്ട്ലറിന് കഴിഞ്ഞു. ഇവിടെയാണ് RRന്റെ ഏറ്റവും വലിയ നഷ്ടം വരുന്നത്. RRന്റെ ടീം അനാലിസിസ് വീഡിയോയിലായാലും പിന്നത്തെ മാച്ച് റിവ്യൂവിലായാലും ഞാൻ പറഞ്ഞ കാര്യമാണ്, ജോസ് ബട്ട്ലറിനെ വിട്ട് കളഞ്ഞത് ഏറ്റവും വലിയ മണ്ടത്തരമാണ്. അതിന് പകരം നിലനിർത്തിയത്, ഇപ്പം നിലനിർത്തിയ താരങ്ങളെ ഞാൻ കുറ്റം പറയുന്നില്ല, പക്ഷേ ഹെറ്റ്മേറിനെയൊക്കെ വിട്ടുകൊടുത്തിട്ട് അതിലും കുറഞ്ഞ തുകയിൽ എടുക്കാവുന്നതേ ഉള്ളായിരുന്നു. അവർ സത്യത്തിൽ നിലനിർത്തേണ്ടത് ബട്ട്ലറിനെ തന്നെയായിരുന്നു. കാരണം നമുക്കറിയാം, ഇപ്പോൾ ബട്ട്ലറിന് കേൾക്കുമ്പോൾ RR അതാണ് നമ്മുടെ മനസ്സിൽ വന്നിരുന്നത്. അപ്പോൾ ബട്ട്ലർ ഇന്നലെ ആ ഒരു പെർഫോമൻസൂടെ കാണുമ്പോൾ RRന് സംഭവിച്ചത് എത്ര വലിയ നഷ്ടമാണെന്നാണ് എൻ്റെ മനസ്സിൽ എനിക്ക് തോന്നുന്നത്. അപ്പോൾ ബട്ട്ലർ വളരെ മികച്ച രീതിയിൽ കളിച്ചു. അപ്പോൾ ഔട്ട് ആവാതെ ടീമിനെ വിജയത്തിൽ എത്തിക്കാനും ബട്ട്ലറിന് കഴിഞ്ഞു. മുഹമ്മദ് സിറാജ് ആണ് മാൻ ഓഫ് ദ മാച്ച്. അപ്പോൾ തൻ്റെ പഴയ ഗ്രൗണ്ടിലേക്ക് മടങ്ങിയെത്തി. തൻ്റെ പഴയ ടീമിനെതിരെ കളിക്കുമ്പോൾ ആ ഒരു വർദ്ധിത വീര്യത്തോടെയാണ് മുഹമ്മദ് സിറാജ് കളിച്ചത്. അത് ആ പെർഫോമൻസിൽ തുടക്കം മുതലുണ്ടായിരുന്നു. ആ ഒരു എക്സ്ട്രാ എഫേർട്ട് ഇട്ട് തന്നെയാണ് മുഹമ്മദ് സിറാജ് കളിച്ചത്. അതിനുള്ള ആ ഒരു റിസൾട്ട് സിറാജിന് കിട്ടുകയും ചെയ്തു. ഇനി GTയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് ഒരു കൺഫ്യൂഷൻ മാത്രമാണ് അവരുടെ ഒരു ടീം സെലക്ഷൻ പ്രോസസ്സിൽ എനിക്ക് ഫീൽ ചെയ്തത്. പിന്നെ ഒരു കാര്യം പറയാൻ വിട്ടുപോയി, റുദർഫോർഡും നന്നായിട്ട് ഇന്നലെ കോംപ്ലിമെന്റ് ചെയ്തു ബട്ട്ലറിന്. അപ്പോൾ ഞാനിപ്പോൾ പറയാൻ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്നലെ കഗിസോ റബാദ ഉണ്ടായിരുന്നില്ല, എന്തോ പേഴ്സണൽ റീസൺസ് കാരണം കഴിഞ്ഞ മത്സരം കളിക്കുന്നില്ല എന്നാണ് ഗില്ല് പറഞ്ഞത്. അപ്പോൾ അവർക്ക് നമ്മുടെ റുദർഫോർഡിനെയും അതുപോലെ തന്നെ ഗ്ലെൻ ഫിലിപ്സിനെയും ഒരുമിച്ച് പ്ലേയിങ് 12 കൊണ്ടുവരാൻ ഒരു അവസരം ഉണ്ടായിരുന്നു. പക്ഷെ അവരത് എടുത്തില്ല. ആകെ 2 ഫോറിൻ പ്ലേയേഴ്സ് മാത്രമായിട്ടാണ് അവർ ഇറങ്ങിയത്. അതിന് പിന്നിലെ എന്താണെന്ന് എനിക്കറിയില്ല. കാരണം അവർക്ക് വേണമെങ്കിൽ സുഖമായിട്ട് പിന്നിനി ഷാരൂഖ് ഖാൻ, രാഹുൽ തെവാത്തിയ അങ്ങനെ കുറച്ച് പേരാണുള്ളത്. അപ്പം അവരെക്കാളിലും എന്തായാലും ഗ്ലെൻ ഫിലിപ്സ് ചിലപ്പോൾ ഒന്നുകൂടെ നന്നായിട്ട് കളിക്കുന്ന പ്ലെയറാണ്. അപ്പോൾ ഫോർ എക്സാമ്പിൾ ഇപ്പോൾ ഷാരൂഖ് ഖാന് പകരം ഇട്ട് കഴിഞ്ഞാലും നമുക്ക് സുഖമായിട്ട് ചെയ്യാം. കാരണം ഒരു ബോളിംഗ് ഓപ്ഷൻ കൂടെ കിട്ടും. അതുപോലെ അത്യാവശ്യം നല്ല എക്സ്പ്ലോസീവ് ബാറ്ററാണ് ഷാരൂഖ് ഖാന് പകരം ഇട്ട് കഴിഞ്ഞാൽ. അതുപോലെ തന്നെ ഗൺ ഫീൽഡറാണ്. അപ്പോൾ അത് എന്തുകൊണ്ട് ഗ്ലെൻ ഫിലിപ്സിനെ ഈ മത്സരത്തിൽ ഇൻക്ലൂഡ് ചെയ്യാൻ കഴിയുമായിരുന്നിട്ടും, അതായത് ഓവർസീസ് കോട്ട, ഫോറിൻ കോട്ട ഉണ്ടായിരുന്നിട്ടും ഇവർ എന്തുകൊണ്ട് ഇട്ടില്ല എന്നുള്ളത് എൻ്റെ മനസ്സിലൊരു ചോദ്യചിഹ്നമാണ്. അതിന് കൃത്യമായിട്ട് ആൻസർ അറിയില്ല. ഇനി ഇമ്പാക്ട് സബ്സിന്റെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നു, പക്ഷെ അവർ റുദർഫോർഡിനെയാണ് ചൂസ് ചെയ്തത്. വേണമെങ്കിൽ റുദർഫോർഡിനെയും ഫിലിപ്സിനെയും ഇടാമായിരുന്നു. പക്ഷെ എന്തുകൊണ്ട് അവരത് ചൂസ് ചെയ്തില്ല എന്ന് കൃത്യമായിട്ട് എനിക്കറിയില്ല. ഇനി RCBയുടെ കാര്യത്തിലേക്ക് വന്നാൽ, ഇത് സത്യം പറഞ്ഞാൽ എനിക്ക് RCB ഫാൻ എന്ന നിലയിൽ അവരുടെ ഒരു റിക്കവറി എനിക്കൊരു അല്പം സന്തോഷം നൽകി. കാരണം പണ്ടത്തേക്ക് കാര്യം പറഞ്ഞാൽ ഈ 42-4 പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നില്ല, ഇപ്പോൾ പറയുന്നില്ല, സ്കൂൾ വിട്ട പോലെ കയറിപ്പോവും. അതായത് 100, 110, 120 ഒതുങ്ങുന്ന ടീമാണ്. പക്ഷെ ഇന്നലെ പ്രോപ്പറായിട്ടൊരു റിക്കവറി, ഇപ്പോൾ ആ ഒരു വലിയ, ഇപ്പം പറയാം, ഒരു ചിന്നസ്വാമിയിൽ ഒരു വലിയ സ്കോറൊന്നും അല്ലല്ലോ റിക്കവറി ചെയ്ത് നേടിയെന്ന് പറയാമെങ്കിലും അവരൊരു ഫൈറ്റ് ബാക്ക് കാണിച്ചു. അതായത് 42-4 പ്രധാനപ്പെട്ട ബാറ്റേഴ്സ് എല്ലാം പോയി. സാൾട്ട് ഇല്ല, ഔട്ടായി. വിരാട് കോഹ്ലി ഔട്ടായി, പടിക്കൽ ഔട്ടായി, രജത് പട്ടിദാർ ഔട്ടായി. അപ്പോൾ മിഡിൽ ഓവേഴ്സിൽ കളി നിയന്ത്രിക്കുന്ന താരങ്ങളും ആങ്കർ ചെയ്യുന്ന വിരാട് കോഹ്ലിയും തുടക്കത്തിലെ എക്സ്പ്ലോസീവ് സ്റ്റാർട്ട് നൽകുന്ന ഫിൽസാൾട്ടും എല്ലാം ഔട്ടായിട്ടും 169 പോലെ ജസ്റ്റ് ഒന്ന് പൊരുതി നോക്കാവുന്ന ഒരു സ്കോറിൽ RCB എത്തി. അത് തന്നെ അവരുടെ ആ ഒരു മൈൻഡ് സെറ്റിന് ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഈ തോൽവിയിൽ അവർക്ക് ഭയപ്പെടാനായിട്ടൊന്നുമില്ല. IPL ആണ്, ഒരു ലോങ് ടൂർണമെന്റ് ആണ്, ഇങ്ങനെയുള്ള മത്സരങ്ങളൊക്കെ സംഭവിക്കും. അപ്പോൾ അതിൽ നമ്മൾ ഇനി 14 മത്സരങ്ങളും ജയിക്കണം എന്നോ അങ്ങനെയൊന്നും നടക്കത്തില്ല. അപ്പോൾ ഏതെങ്കിലും മത്സരത്തിൽ ഇങ്ങനെ സംഭവിക്കാം. അത് തുടക്കത്തിൽ തന്നെ ആയത് ഏറ്റവും നല്ല കാര്യം. എന്താണ്, അതായത് ഇപ്പോൾ ആദ്യത്തെ 6-7 മത്സരം ജയിച്ചിട്ട് പിന്നെ പടപടാന്ന് തോറ്റു കഴിഞ്ഞാൽ കഴിഞ്ഞ വർഷം RRന് സംഭവിച്ചത്. തുടക്കത്തിൽ ഭയങ്കര ഫോമിലായിരുന്നു, പക്ഷേ ക്രൂഷ്യൽ സ്റ്റേജസിൽ ആ ഫോം നഷ്ടപ്പെട്ടു. പിന്നീട് അങ്ങോട്ട് തോറ്റ് പിന്നെ ആ ഒരു മൊമെന്റം പിന്നെ ക്രിയേറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അപ്പോൾ എന്തെങ്കിലും ഒരു ഹിക്കപ്സ് ഉണ്ടെങ്കിൽ അത് തുടക്കത്തിലേ ഉണ്ടാവുന്നതാണ് ഏതൊരു ടീമിനും നല്ലത്. അപ്പോൾ RCB ശക്തമായിട്ട് തിരിച്ചു വരുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. കാരണം ആ തുടക്കത്തിൽ ഉണ്ടായ ഒരു പ്രശ്നം വെച്ചിട്ട് അത്ര മോശം മത്സരമല്ലായിരുന്നു. അതുപോലെ ഒരു 10-15 ഓവറിൽ ഇതുപോലൊരു മത്സരം വിട്ടുകൊടുത്തതുമില്ല. ഒരു 18ാമത്തെ ഓവർ വരെ ഫൈറ്റ് ചെയ്തു. പിന്നെ ചിന്നസ്വാമിയിൽ അതുപോലത്തെ ബിഗ് ഓവേഴ്സ്
ഇറ്റ് ഈസ് എക്സ്പെക്റ്റഡ് ടു ഹാപ്പൻ എന്നാണ് പറയാൻ തോന്നുന്നത്. കാരണം അത് സംഭവിക്കും. ഇനി എത്രയൊക്കെ പിടിച്ചെറിഞ്ഞാൽ ഏകദേശം 1-2 ഓവറിൽ അടി വീഴും. ആ അടി വീണ് കഴിഞ്ഞാൽ ഈ 169 പോലൊരു സ്കോർ ഡിഫെൻഡ് ചെയ്യാനും സാധിക്കില്ല. അപ്പോൾ അതാണ് ഇന്നലെ ചിന്നസ്വാമിയിൽ സംഭവിച്ചത്. അപ്പോൾ ഞാൻ പറഞ്ഞ പോലെ അവർക്ക് തലവേദനകളൊന്നുമില്ല. ആ ഒരു ഒന്ന് റീഗ്രൂപ്പ് ചെയ്യുക, തിരിച്ചു വരിക എന്നുള്ള കാര്യം മാത്രമേ ഉള്ളൂ. ഇങ്ങനെയുള്ള തോൽവിയൊക്കെ നമുക്ക് ഇതുപോലൊരു വലിയ ടൂർണമെന്റിൽ എക്സ്പെക്ട് ചെയ്യാനാവുന്നതാണ്. ഇനി ജിടിയുടെ കാര്യം പറഞ്ഞാൽ തുടർച്ചയായിട്ട് 2ാമത്തെ ജയമാണ്. ആദ്യത്തെ മത്സരം കഷ്ടിച്ചാണ്, ഒരു 11 റൺസിനാണ് അവർ തോറ്റത്. പിന്നീട് 2 മത്സരങ്ങളിൽ മികച്ച വിജയങ്ങൾ. ഇത് അവരുടെ കോൺഫിഡൻസ് തീർച്ചയായിട്ടും ബൂസ്റ്റ് ചെയ്യും. നിങ്ങൾക്ക് ഇന്നലത്തെ മത്സരത്തെ പറ്റി എന്താണ് തോന്നുന്നത്? കമന്റ് ചെയ്യുക. അടുത്തൊരു വീഡിയോയുമായി ഉടനെ കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് ക്രിക്ക് ടോക്സ് വിത്ത് കിരൺ.